കർത്താവെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മള് ഇബ്രായർ 11 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് കേട്ടല്ലോ. നമ്മള് ബേസിക്കലി എന്താ എന്ന് കേട്ടത്? വിശ്വാസം, പ്രത്യാശ, ഈ 2 വാക്കുകൾ അത് വീണ്ടും വീണ്ടും ഉദ്ധരിച്ച് പറഞ്ഞു. നമ്മുടെ ഹൃദയത്തില് ഇന്ന് വീണ്ടും വണ്ണമുള്ള ഒരു വിശ്വാസവും പ്രത്യാശയൊക്കെ ഉണ്ട്. എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നു, പ്രത്യാശയേറിടുന്നേ. വത്സലസിന്റെ പാട്ട് ഞങ്ങൾ പാടാറുണ്ട്. 333 പാട്ട്. ഒരു പെൺപ്രിയനുമായിട്ടുള്ള വാസത്തെ ഓർക്കുമ്പോൾ പ്രത്യാശയേറിടുന്നേ. ആ ഒരു ഇപ്പം നമ്മൾ സാധാരണ ഇന്ന് ലോകക്കാർ ജീവിക്കുന്നത് എന്താ? കാണുന്ന കാര്യങ്ങളെയൊക്കെ കണ്ട് അവരങ്ങ് ജീവിക്കുന്നു. ഇനിയിപ്പം ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എന്നൊക്കെ പറയാൻ ശരിയാണ്. നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പല ആ, പലവിധമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ശരിയാണ്. നമ്മൾ ജ്ഞാനത്തോടെ കാര്യങ്ങളെ കാണുകയും എല്ലാം ചെയ്യണം, അറിയണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതെല്ലാം അതിലേക്ക് സൂചിപ്പിക്കുന്നു. ഒരു ഏകലോക ഭരണാധികാരിയിലേക്ക് വരത്തക്കവണ്ണം ലോക സംഭവങ്ങളൊക്കെ അങ്ങ് വലിയ ഒരു കോളിളക്കത്തോടെ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് സുഹൃത്തെന്ന് വിചാരിച്ച രാജ്യങ്ങളൊക്കെ അത് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ആളുകളൊക്കെ ഇപ്പൊ നോക്കുമ്പോൾ ഫ്രണ്ട് അല്ലെന്നൊക്കെ അതല്ലേ പത്രത്തിൽ വായിക്കുന്നത്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഇങ്ങനെ അവര് ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ കുറച്ച് നോക്കുമ്പോൾ തീരുവയൊക്കെ എങ്ങും കൂട്ടി ഇനിയിപ്പോ ഫ്രണ്ടാണോ എനിമയാണോ ഇനി എന്തുവാന്ന് ഏതാണ്ടൊക്കെ ഒരു രീതിയിലൊക്കെ അങ്ങ് ലോകം പോവുക. എങ്ങോട്ടാ ഒന്നിനും ഒരു ലക്കും ലഗാനും ഇല്ലാതെ പോകുന്ന ഒരു ചരിത്ര സംഭവങ്ങള്. അല്ലേ? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? നിങ്ങൾ പത്രമൊക്കെ വായിക്കാറുണ്ടോ? ഉം. എന്താ അങ്ങനെ പല രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രത്തലവന്മാരെ കൂടി ആലോചിക്കുന്നു. ട്രംപ് പുതിനെ കാണുന്നു. പുതിൻ നമ്മുടെ ചൈനയുടെ പ്രസിഡന്റ് പേര് എനിക്ക് അങ്ങ് വായി തിരിയത്തില്ല. കുറച്ച് നാവ് അത് കുറച്ചുകൂടെ നന്നായിട്ട് നാക്ക് പിടിച്ചാലേ അപ്പൊ അതിനൊക്കെ നമുക്ക് തിരിയത്തുള്ളൂ. അപ്പൊ അതൊക്കെ അവരൊക്കെ അങ്ങനെ ഇന്നയാളെ അവരെയൊക്കെ കാണുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങ് അവർ പറഞ്ഞത് ഈ ലോകത്തിന് ഘടികാരമാണ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേല് ഗാസ പിടിച്ചടക്കാൻ നോക്കുന്നു. അപ്പോഴത്തേക്ക് ലോകരാജ്യങ്ങളുടെ എല്ലാം കോപത്തിന് പാത്രീഭൂതമാകുന്നു. ഉം. അങ്ങനെയൊക്കെ പാത്രീഭൂതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പാത്രീഭൂതം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരയാവുന്ന വെച്ചാൽ കോപത്തിന് വെച്ചാൽ ഈ കൊച്ചു ആളുകൾ പറയുമ്പോൾ കൊച്ചുങ്ങളെ നോക്കുക അവരിങ്ങനെ പെട്ടെന്ന് ഞെട്ട് എന്ത് ചെയ്യാ പറയും. പ്രേ ടു ദ ആങ്കർ, വിക്ടിം ഓഫ് ദ ആങ്കർ ഓഫ് മെനി നേഷൻസ് ആവുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലോകമെല്ലാം ഒരു അതിൻ്റെതായ രീതിയിലുള്ള പല ആ, നോട്ടങ്ങളിലോട്ട് പോകുമ്പം നമുക്കിപ്പം ആ, ലോകക്കാര് എന്താ ഇതൊക്കെ വായിച്ച് ഭ്രമിച്ച് ലോകക്കാർ ഭ്രമിച്ചിടും എന്നാ ഞാനോ ആർത്തിയിടും എന്നൊക്കെ പറഞ്ഞ് നമ്മളേതോ പാട്ടിൽ പാടുന്നുണ്ടെന്ന് അതുകൊണ്ട് എങ്ങനെ ലോകക്കാരൊക്കെ അയ്യോ അത് ട്രംപ് ഇങ്ങനെ തീരുവ അത്ര ശതമാനം കൂട്ടിയപ്പോഴത്തേക്കും ഒരു ഭ്രമം, ഒരു യുനോ ഹാർട്ട് ബീറ്റ് ഒന്നുകൂടെ കൂടി. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുറച്ചൊന്ന് താണു, പിന്നൊന്ന് പൊങ്ങി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ലോകക്കാര് ഭ്രമിക്കുന്നു. എന്നാ നമുക്ക് ഇതിനെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരാളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ നമ്മള് വലിയ കാര്യത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ പല ഇൻവെസ്റ്റ്മെന്റോ പല തരത്തിലുള്ള കാര്യങ്ങളിലും ഒക്കെ പല വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ എല്ലാത്തിന്റെയും ചുക്കാൻ പിടിക്കുന്ന എല്ലാത്തിന്റെയും പരമാധികാരിയായിട്ടുള്ള ഒരു ദൈവമുണ്ട്. അതാരാ? എൻ്റെ പിതാവ്, എൻ്റെ സ്വന്തം അപ്പച്ചൻ, എൻ്റെ സ്വന്തം അച്ഛൻ, എൻ്റെ പപ്പ, എൻ്റെ ഡാഡിയാണ്. സ്വർഗത്തെയും ഭൂമിയെയും എല്ലാം നിയന്ത്രിക്കുന്നവനായ സർവശക്തിയായ പരമാധികാരി. നമ്മളിവിടെ എബ്രായർ 11 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് നമ്മൾ വിശ്വാസത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർവചനം വായിക്കുക. വിശ്വാസം എന്താണ് എന്നുള്ളൊരു കാര്യം. എന്താ വിശ്വാസം? വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. നമുക്ക് കാണാത്ത കാര്യങ്ങളാണ് നമ്മൾ ആശ്വസിക്കുന്നത്. കാണുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെ ആശിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആശിക്കുന്ന തിങ്സ്, അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ. നമ്മള് പല കാര്യങ്ങളും കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, നമ്മൾ അതിനെ കുറിച്ചുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. യേശുവിന്റെ രണ്ടാമത്തെ വരവ് നാം കർത്താവിനെ പോലെ ആയിത്തീരും എന്നുള്ള 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ 2-3 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. ആ കർത്താവിന്റെ കൂടെയുള്ള നിത്യമായിട്ടുള്ള ഒരു വാസം, പ്രത്യാശയേറിടുന്നേ, ഒരു പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. അത് ശരിക്കും പ്രത്യാശയേറുന്നുണ്ട്. നമുക്ക് ആ ഒരു കർത്താവ് രണ്ടാമത് വരും, എന്നെ ചേർക്കാനായിട്ട് വരും, ഞാൻ കർത്താവിന്റെ മറുപടി ചേരും. ഞാൻ ഇന്നും കർത്താവിന്റെ കാന്തയായിട്ട് കർത്താവിനോട് ചേർന്ന് വാഴും. അതൊക്കെ നമുക്കൊരു പ്രത്യാശയാണോ അതോ ഒരു എന്തോ ഇങ്ങനെ
ഓരോ പാട്ടൊക്കെ പാടുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലൊരു പ്രത്യാശ. എന്റെ കർത്താവിനെ ഞാൻ കാണും, കണ്ടിടും, കണ്ടിടും. പ്രിയനെ ഞാൻ കണ്ടിടും. എന്ത് അന്യ കണ്ണാലല്ല സ്വന്തം കണ്ണാൽ കണ്ടിടും. അതുപോലെ തന്നെ ആ കർത്താവിന്റെ എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ എന്നൊക്കെ നമ്മുടെ പല പാട്ടുകളിലൊക്കെ നമ്മൾ പാടുന്നുണ്ട്. അതെല്ലാം നമുക്ക് പാട്ടുകളിലെ വരികൾ മാത്രമാണോ, അതോ യഥാർത്ഥത്തില് കർത്താവിനോട് ചേരുവാനുള്ള ഒരു വലിയൊരു പ്രത്യാശ, വലിയൊരു ആഗ്രഹം നമ്മള് ആ ഒരു പാട്ടിൽ തന്നെ എന്നുള്ള പ്രിയനോട് ചേരുവാൻ കുതിച്ചിടുന്നധികം നാലാമത്തെ പാട്ടിന്റെ വാഴ്ത്തുന്നതിന് വിശേഷമായി നമ്മളിപ്പോ പാടുന്ന പാട്ടാ. എന്നുള്ള പ്രിയനോട് ചേരുവാൻ കുതിച്ചിടുന്നധികമായി പൊന്മുഖം കാണുവാൻ എന്നൻ കണ്ണുനീരകന്ന് വാഴും ഞാൻ വിണ്ണിലങ്ങ് വാഴും ഞാൻ അസ്വർഗീയതനെ എന്ന് കാണും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലൊക്കെയുള്ള ആ ഒരു വരികളൊക്കെ നമ്മളങ്ങ് പാടുന്നു. അതൊക്കെ നമ്മൾ കണ്ടുവരെ പാടുന്ന പാട്ടല്ലേ. അതൊക്കെ എന്തോ ഇത്ര ധ്യാനിക്കാനുള്ളത് എന്നാ നമുക്ക് കർത്താവിനോട് നമുക്ക് ഇന്ന് തന്നെ ആത്മാവിന്റെ തലത്തിൽ കർത്താവിനോട് നമുക്ക് ചേരാൻ സാധിക്കും. എന്നാൽ പുനരുദ്ധാന ശരീരത്തോടു കൂടി ഞാൻ എന്റെ കർത്താവിനെ കാണും. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മള് 2 Corinthians 4:16 നമുക്ക് പോകാം. അതിനു മുമ്പ് ഇവിടെ എബ്രായർ 11:1 തന്നെ നമുക്ക് ആ വാക്യം ഞാൻ ഫുള്ള് വായിച്ചില്ലല്ലോ. നമുക്ക് ശരിയാണ്, നമ്മള് ഇവിടെ നമുക്ക് ജോലികളുണ്ട്, പഠിത്തമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്, എൻട്രൻസ് കോച്ചിങ് ഉണ്ട്, നമുക്ക് എന്താ ഭാവിയിലുള്ള ഓരോ തീരുമാനങ്ങളുണ്ട്, ജോലി അന്വേഷിക്കണം, വിവാഹം, കുഞ്ഞുങ്ങൾ വളർന്നു വരണം, അവരെ പഠിപ്പിക്കണം, അതുപോലുള്ള പല പല കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും അതെല്ലാം ഇപ്പം പല എക്സ്ട്രീമിലോട്ട് ആൾക്കാർ പോകും. ഇതെല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ അങ്ങ് ഒരു റൂമിൽ കുത്തിയിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒന്നും ജോലിയൊന്നും ചെയ്യാതെ ഒക്കെ ആ വേറൊരു എക്സ്ട്രീമിലോട്ട് പോയ തെസ്സലോണിയ വിശ്വാസികളോട് പൗലോസ് വളരെ ശാസിച്ച്, നിങ്ങളെ അധ്വാനിച്ചില്ലെങ്കിൽ അപ്പോൾ തിന്നരുതെന്ന് ഇവിടെ പറഞ്ഞ 2 Thessalonians 3:10 വാക്യം. അതെങ്ങനെ എനിക്ക് ഇത്ര തിട്ടമെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഭയങ്കര ഹൈപ്പർ വിശ്വാസമായിട്ട് പലരും കൗൺസിൽ ചെയ്യാൻ ഇട്ട് പലരും ഈ ക്രിസ്ത്യൻ സൈക്കാട്രിസ്റ്റ് ആയി പോയതുകൊണ്ട് ഇങ്ങനെ ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. 2 Thessalonians അതെ അതെ 3:10 വാക്യത്തില് അവിടൊക്കെ വാർണിംഗ് അഗെയിൻസ്റ്റ് ഐഡിൽനെസ് എന്നാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു ബാലൻസ് ഇങ്ങോട്ട് പറയുക വെച്ചാൽ, ഈ കാണാത്തൊരു കാര്യത്തിനായിട്ടുള്ള ഒരു പ്രത്യാശ കാര്യങ്ങളിലാണ് നമ്മൾ ഒരുങ്ങിടുന്നേ. പക്ഷെ അതിന്റെ അർത്ഥം പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നമുക്ക് അലസത വേണമെന്നുള്ളതല്ല, മറിച്ച് 2 Thessalonians 2:3-10 ഞാനൊന്ന് ബാലൻസ് ചെയ്തെങ്കിൽ പറയുന്നുള്ളതേ ഉള്ളൂ. എന്താ, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ വേല ചെയ്യാത്തവെന്ന് കൂടെയല്ല, ചിലപ്പം ചില സാഹചര്യങ്ങൾ നമുക്ക് ചിലപ്പം വേല ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരിക്കാം. എന്ന വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്, അങ്ങ് ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ മതി എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം അവിടെ തെസ്സലോണിയ വിശ്വാസികളൊക്കെ കർത്താവിന് വരുമെന്നല്ലോ, അപ്പം കാര്യങ്ങളൊക്കെ ഇനിയിപ്പം വലുതായിട്ട് ജോലിയൊന്നും ചെയ്യേണ്ട, പിന്നെ അങ്ങ് വെറുതെ അങ്ങ് പോയാൽ മതി, അങ്ങ് കർത്താവ് അങ്ങ് എടുത്തോളും, അങ്ങനെ ഒരു അലസതയിലോട്ടാണ്. അപ്പം പിന്നെ പഠിക്കൊന്നും വേണ്ടല്ലോ, പരീക്ഷ ഒന്നും എഴുതണ്ട, എക്സാം ഒന്നും വേണ്ട, കാര്യം സൗകര്യമായി, അപ്പൊ കർത്താവിന്റെ കൂടെ അങ്ങ് പോയാൽ മതി. അത് ഒരു ജഡത്തിന് 2 Thessalonians 3:10 ഞാൻ വായിച്ചത്. ഇപ്പൊ അങ്ങനെ ഒരു വേറൊരു എക്സ്ട്രീമിലോട്ട് പോകുന്ന ഒരു കാര്യമല്ല. ശരി, ഇന്ന് ലോകക്കാര് ഈ ഒരു 2 എക്സ്ട്രീംസ് ചിലപ്പോൾ നമുക്ക് കാണാൻ വെച്ചാൽ, ഒരാൾക്കാര് അങ്ങനെ ലോകമയത്വത്തില് ലോകത്തിന് വേണ്ടി അവർ പാടുപെടുന്നു, ലോകക്കാരെന്ത് പറയും, അവർ ആ ഒരു സ്വയത്തിലുള്ള കഠിനാധ്വാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് കർത്താവിൽ നിന്ന് തന്നെ അകന്നു പോകുന്നു. എൻട്രൻസ് പഠിത്തം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് തന്നെ നമ്മളങ്ങ് ദൈവത്തിലുള്ള ഒരു ആശ്രയം പോലും ഇല്ലാതെ, അയ്യോ അത് അങ്ങനെയൊക്കെ പഠിത്തവും ക്ലാസ്സും കാര്യങ്ങളും പ്രോജക്റ്റും ഒക്കെ നമുക്കൊരു അതുപോലെയൊക്കെയുള്ള റെക്കോർഡുകളും പ്രോജക്റ്റുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെതായ പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. നമ്മളാരെയും ദുഃഖിക്കാനോ കല്ലെറിയാനോ അല്ല, മറിച്ച് അപ്പൊ ആ ഒരു ലോകത്തിൻ്റെതായ ഒരു രീതിയിൽ അങ്ങനെ കാണുന്ന കാര്യങ്ങളെ മാത്രം നോക്കി അങ്ങ് പോകുന്ന ഒരു എക്സ്ട്രീം ഉണ്ട്. പിന്നെ വേറെ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇതിലൊരു അപ്പുറത്തെ എക്സ്ട്രീം, പെൻഡുലമൈറ്റിസ് എന്ന് സാൻഡ്ലർ പറഞ്ഞാണ്. വേറെ അപ്പുറത്തെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ഒന്നും ചെയ്യണ്ട, അപ്പൊ പിന്നെ നമ്മളങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു റൂമിനകത്ത് കയറി ഇരുന്ന് ഞാൻ കർത്താവിനെ എടുക്കപ്പെടാന്ന് വെച്ചാൽ അതും ശരിയായിട്ടുള്ള കാര്യമല്ല. മറിച്ച് എന്തിനാ ശരിക്കും ശരി വരുന്നില്ലേ, അതൊരു എക്സ്ട്രീം കേട്ടത്. അതുമല്ല ഇതുമല്ല, മറിച്ച് നമ്മളെന്താ നമ്മളെ യഥാർത്ഥത്തില് ഈ ഭൂമിയിൽ തന്നെ നമ്മൾ നടക്കുന്നത്, എന്നാൽ നമ്മളുടെ ഹൃദയം എവിടെയാണ്? സ്വർഗത്തില്. നമ്മളുടെ നിക്ഷേപം എവിടെ ഉണ്ടോ അവിടെയാണ് നമ്മളുടെ ഹൃദയത്തെ. നമ്മൾ ആ മത്തായി 6-ാം അധ്യായത്തിൽ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമുക്ക് കീബോർഡ് വായിക്കാൻ പരിചയമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ എബ്രായർ 11 ഒരു വിരൽ വെച്ചുകൊണ്ട് മത്തായി 6-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിന്റെ നടുവിൽ തന്നെ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്.
where your heart is there, where your treasure is, അതായത് where your treasure is 21ാമത്തെ വാക്യം, മത്തായി 6-ന്റെ 21ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? For where your treasure is, there your heart will also be. And, എവിടാണോ നിന്റെ നിക്ഷേപം, നിന്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ്, റിയൽ എസ്റ്റേറ്റിലാണോ സ്റ്റോക്കിലാണോ, അവിടെയാണ് നിന്റെ ഹൃദയം. അത് ഇതൊക്കെ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാം വയസ്സായിട്ട് ജ്ഞാനത്തോടെ നമ്മളെല്ലാം, ഞാനും മ്യൂച്വൽ ഫണ്ടും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും നമ്മൾ ജ്ഞാനത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. യുനോ ലാൻഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ ജ്ഞാനത്തോടെ കാര്യങ്ങളെല്ലാം കർത്താവിനെ ആശ്രയിച്ച് ജ്ഞാനത്തോടെ പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. എന്നാൽ നമ്മുടെ ഹൃദയം ഒന്നും അതായി പോകരുത്. എവിടാണോ നിന്റെ നിക്ഷേപം, അതാ നമ്മൾ 21ാമത്തെ വാക്യം മത്തായി 6:21, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നമ്മള് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു. വള്ളം എവിടാ? വെള്ളത്തിലാ. പക്ഷെ എന്ത് വള്ളത്തിലില്ല? വള്ളമില്ലേ? ബോട്ട് വെള്ളത്തില്ല. പക്ഷെ വള്ളത്തിൽ കയറി എന്ത് പറ്റും? വെള്ളം മുങ്ങിപ്പോകും. എന്ന് പറയുന്നത് വരെ നമ്മൾ ലോകത്തിനാണ് ഉള്ളത്. പക്ഷെ ഈ ലോകത്തിൻ്റെതായ പല മൂല്യങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മളെ അങ്ങ് ലോകമയക്കാരായിട്ട് ഈ കാണുന്ന കാര്യങ്ങളെ കണ്ട് മാത്രം ഒന്ന് ജീവിക്കുന്നവരായിട്ടായിത്തീരരുത്. ശരിയാണ്, നമ്മുടെ കഠിനാധ്വാനം വേണം. ഈവൻ കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു സദൃശവാക്യത്തിൽ ഒരു വാക്യം, അത് എനിക്ക് ഫോർവേഡായിട്ട് കിട്ടിയൊരു ഇമേജ്, അത് ഞാൻ അത് ഇതായിട്ടിട്ടു, സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടായിരുന്നു. ഹാർഡ് വർക്ക് ദർ ഇസ് മച്ച് പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു സദൃശവാക്യത്തിലൊരു വാക്യം. സദൃശവാക്യത്തിൽ ഒരുപാട് വാക്യങ്ങൾ ഹാർഡ് വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 14:23, ഇൻ ഓൾ ലേബർ ദർ ഇസ് പ്രോഫിറ്റ്, മിയർ ടോക്ക് ലീഡ്സ് ഓൺലി ടു പോവർട്ടി. എല്ലാ തൊഴിലും കൊണ്ട്, തൊഴിലെന്നുള്ള വാക്കിന് അവിടെ ലേബർ, എസേബ് എന്ന് പറഞ്ഞൊരു എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത്. പെയിൻ, ഹർട്ട്, ടോയിൽ, സോറോ, ലേബർ, ഹാർഡ്ഷിപ്പ് എന്നൊക്കെ ഉള്ളൊരു അർത്ഥം. അപ്പം എല്ലാ തൊഴിലെന്ന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല ട്രാൻസ്ലേഷൻ എല്ലാ കഠിനാധ്വാനത്തിലും, എല്ലാ അധ്വാനത്തിലും, ലേബർ, ഹാർഡ്ഷിപ്പ്, ഹാർഡ് വർക്ക്. അപ്പം ദൈവമക്കളാ നമ്മളിങ്ങനെ അലസന്മാരായിട്ട് അങ്ങ് ഇരുന്നാൽ മതി, കർത്താവ് നമ്മളെ അങ്ങ് സഹായിച്ചോളും. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ശരിയാണ്, നമ്മൾ പ്രത്യാശ അതല്ല. അവിടെ നിന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു ബാലൻസും ഉണ്ട്, ഒരു അധ്വാനമുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെന്ററിലുള്ള ജോലി സജീവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഇന്ന് എല്ലാ തൊഴിലിനും അല്ലെങ്കിൽ എല്ലാ അധ്വാനത്തിനും ലാഭം വരും. ദർ ഇസ് പ്രോഫിറ്റ്. പക്ഷെ അതര സർവണം കൊണ്ട് വെറുതെ ഇങ്ങനെ വർത്താനം പറയുന്നത് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് അതര സർവണം കൊണ്ട് ഞെരുക്കമേ അല്ലെങ്കിൽ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം വരും. സദൃശവാക്യം 14:23 വാക്യം. 14:23 സങ്കീർത്തനം നമുക്ക് ഓർക്കാൻ എളുപ്പമല്ലേ? അപ്പം 14:23 എന്ന് ഓർക്കാൻ നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മളെ എബ്രായ ലേഖനത്തിൽ നിന്ന് മത്തായി 6 പോയി ആ നിക്ഷേപം ഉള്ളിടത്താണ് നമ്മുടെ ഹൃദയമുള്ളത്. ഇന്ന് നമ്മളുടെ നിക്ഷേപം, നമ്മുടെ ട്രഷർ അല്ലെങ്കിൽ നമ്മളുടെ നിധി, ട്രഷർ എവിടാ? കർത്താവിനാണ് നമ്മുടെ ട്രഷറായിട്ടുള്ളത്. നമ്മള് ശരിയാണ്, ലോകത്തില് നമ്മള് നന്നായിട്ട് പഠിക്കുന്നു, ഏറ്റവും ആത്മാർത്ഥതയോടെ നമ്മൾ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, വീട്ടിലെ ഉത്തരവാദിത്തങ്ങള്, വീട്ടിലെ നമ്മള് പല കാര്യങ്ങള്, കുക്കിങ്, ക്ലീനിങ്, ചെടി നടുന്നു, ചെടി നനയ്ക്കുന്നു, നമ്മള് കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നു, പല കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നു, പല ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ പറഞ്ഞു വെച്ചാല് ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ. ശരിയാണ്, ഇപ്പം സദൃശവാക്യം 14:23 എന്താ വായിച്ചേ? ഇൻ ഓൾ ലേബർ ദർ ഇസ് പ്രോഫിറ്റ്, ഇൻ ഓൾ ഹാർഡ് വർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. KJV-യിലും മറ്റാണ് തോന്നുന്നത് ഹാർഡ് വർക്ക് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. എസേബ് എന്ന് പറഞ്ഞൊരു എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാർഡ് വർക്ക് എന്നും ടോയിലെന്നും എല്ലാ ഹാർഡ്ഷിപ്പ് എന്നും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദം. എല്ലാ തൊഴിലിനും അല്ലെങ്കിൽ എല്ലാ അധ്വാനത്തിനും, കഠിനാധ്വാനത്തിനും ഒരു ഫലമുണ്ട്. അപ്പം കഠിനാധ്വാനം തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട്, അവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പല എക്സ്ട്രാ മൈലൊക്കെ ഓടി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ അതെല്ലാം ചെയ്യുമ്പോൾ തന്നെയും നമ്മളുടെ ഹൃദയം ഈ ലോകത്തിൽ അങ്ങ് കെട്ടിണയപ്പെട്ട് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, ലോകത്തിന്റെ ഒരു മൂല്യങ്ങളിൽ അങ്ങ് ചെയ്യാൻ, ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്ക് സീറ്റ്, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, എനിക്ക് അഡ്മിഷൻ എന്നുള്ളതാണോ? മറിച്ച് കർത്താവിന് എന്താണോ എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള ഹിതം, തീർച്ചയായും അത് നിറവേറണം. അതിനായിട്ട് ഞാൻ വർക്ക് ഹാർഡ് ചെയ്യും. ആ ഒരു കാഴ്ചപ്പാട് കൂടി. ശരിയാണ്, നമുക്ക് പ്രോജക്റ്റ് ഉണ്ട്,
പല കാര്യങ്ങളുണ്ട്, പല മുൻഗണനകളുണ്ട്, പരീക്ഷകളുണ്ട്. ഓണപരീക്ഷ വരുന്ന നാളെ മുതൽ ഓണപരീക്ഷ തുടങ്ങുവാണ്. അപ്പം ഇതിൽ നമ്മൾ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നു. പക്ഷെ അയ്യോ പപ്പ എന്ത് ചോദിക്കും, പപ്പ എന്തെങ്കിലും മാർക്ക് പറയുമെന്ന്, പപ്പ എന്തെങ്കിലും ചോദിക്കും എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് യുനോ എനിക്ക് കർത്താവിന് എന്നെ കുറിച്ചൊരു ഹിതവുണ്ട്. കർത്താവ് ഞാൻ ഇത്ര മാർക്ക് വാങ്ങിക്കണം, മാക്സിമം മാർക്ക് വാങ്ങിക്കണം എന്ന കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പഠിക്കാം. അല്ലാതെ ഇപ്പൊ അമ്മി എപ്പോഴും പടി 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 എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പണ്ടൊരു തമിഴ്നാട്ടിലെ സഹോദരികൾ ചെയ്തൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അമ്മയും അച്ഛനും ഇങ്ങനെ കൊച്ചിനോട് പടി 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 കീഴ്പ്പടി കീഴ്പ്പടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കീഴ്പ്പടി എന്ന് പറഞ്ഞാൽ കീഴടങ്ങൂ, അനുസരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ കീഴ്പ്പടി പടി 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 എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഇവിടെ കീഴെ അങ്ങ് പടിഞ്ഞോളാം, ഇവിടെ ഞാനങ്ങ് കടന്നോളാം, ഈ സ്കിറ്റിലെ ഡയലോഗായിട്ട് കൊച്ചു പറയുന്ന പോലെ പടി 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 എന്ന് പപ്പയും മമ്മിയും പറയുന്നത് കൊണ്ടല്ല, മറിച്ച് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, എനിക്ക് ദൈവം ഒരു കഴിവ് ഇപ്പം നമുക്ക് നമ്മുടെ മാത്സ് നന്നായിട്ട് പഠിച്ച ഒരു പക്ഷേ 100% മാർക്ക് കിട്ടാനുള്ള ബുദ്ധിയുള്ളവർ കാണും, ചിലപ്പോൾ അത്ര ബുദ്ധി വൈഭവം ഇല്ലാത്തവരും കാണും. പക്ഷെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ ഏറ്റവും മാക്സിമം മാർക്ക് വാങ്ങിക്കണം. അത് 100% ആവാം. പക്ഷെ ഇപ്പൊ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടും നമുക്ക് 90% കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവൻ ചിലപ്പോൾ ഒരു 50% കിട്ടിയുള്ളൂ എന്ന് തന്നെ ഇരിക്കട്ടെ, അതിലും സാരമില്ല. പക്ഷെ അല്ലെ ചിലപ്പോൾ വാല്യുവേഷന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഒക്കെ, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോയിരിക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ബാലൻസ്, നമ്മൾ ആ ഒരു പ്രത്യാശ, വിശ്വാസം, വരുവാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നേ, ആ കർത്താവിനായിട്ട് വരുവാനുള്ള കർത്താവിനായിട്ട് നമ്മൾ ജീവിക്കുന്നേ എന്ന് നമ്മൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് ലോകക്കാർ ചെയ്യുന്നത് പോലുള്ള ഒരു കാര്യമല്ല. എന്നാൽ മറിച്ച് സ്വർഗീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത് കർത്താവേ നിത്യമായിട്ടുള്ള ഒരു കണ്ണിൽ കൂടെ, നിത്യതയുടെ കണ്ണിൽ കൂടെ കാര്യങ്ങളെ കാണാൻ, നമ്മുടെ വീടാകട്ടെ, നമ്മളുടെ സ്വത്തുവകകളാവട്ടെ, നമ്മളുടെ മക്കളെ ആവട്ടെ, നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാവട്ടെ, എല്ലാം അതായത് അവിടുന്ന് എല്ലാം നിയന്ത്രിക്കുന്നു. അതാണ് നമ്മൾ തിരിച്ച് എബ്രായർ 11 ഒന്നാമത്തെ വാക്യത്തിലെ വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. നമ്മള് കർത്താവ് എന്നെ ചേർക്കാനായിട്ട് വരും, ഞാൻ കർത്താവിനെ പോലെ ആയിത്തീരും, അതിന്റെ ഒരു ഉറപ്പ്. പിന്നെ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു നിശ്ചയം. നമ്മളിപ്പം കാണുന്നില്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ 1000 വർഷക്കാലം നടന്ന ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. അതിനു മുമ്പ് തന്നെ കർത്താവ് വരുമ്പോൾ തന്നെ കർത്താവ് ഈ ഭൂമിയിൽ രാജ്യത്വം സ്ഥാപിക്കും. 1000 വർഷക്കാലം കർത്താവിനോട് കൂടെ നമ്മൾ വാഴാനുള്ളവരാണ്. അപ്പം അതൊക്കെ കാണാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതിനൊരു കർത്താവ് വരുമ്പോൾ മേഘവാഹനത്തിൽ കർത്താവ് വരുമ്പോൾ ഞാൻ ചേർക്കപ്പെടും. നമ്മളിങ്ങനെ പെട്ടെന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ, ലോ ഓഫ് ഗ്രാവിറ്റിയൊക്കെ ഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ മേളിലോട്ടങ്ങ് പുനരുദ്ധാന ശരീരമായിട്ട് പറക്കും എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസിന് വരെ എതിരാണ് അല്ലെ, ഗ്രാവിറ്റിക്ക് എതിരായിട്ട് എങ്ങനെ ആൾ മുകളിലോട്ട് പോകും എന്നാൽ കാണാത്ത കാര്യങ്ങളാ, എന്നാൽ അത് നമുക്ക് ഉറപ്പാ. അത് വിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതിന് ഉറപ്പാ. ഇപ്പൊ ഇവര് നമ്മുടെ ലോകക്കാർ ചിന്തിക്കും ഇവര് എന്തൊക്കെ എന്താ ഒരു ലോകത്തിന്റെ ഭാഷയിൽ മണ്ടത്തരങ്ങളെ ഇവര് പറഞ്ഞു നോക്കുന്നത്, വലിയ വലിയ കാര്യം വെച്ചാൽ ആരോ പണ്ട് ഭക്ത് സിംഗിനോട് ചോദിച്ചിട്ട്, നമ്മുടെ ജീവമൊഴികളുടെ എഡിറ്റോറിയലിൽ പണ്ട് ചോദിച്ചത്, ഭക്ത് സിംഗിനോട് ആരോ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ഒരു ബൈബിളും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ആ ബൈബിളിനകത്ത് എന്ത് എഴുതി വെച്ചേക്കുന്നത്, ഒരു തിമിംഗലം ഒരു മനുഷ്യനെ വിഴുങ്ങി 3 ദിവസത്തിന് ശേഷം തിമിംഗലം അദ്ദേഹത്തെ ഛർദ്ദിച്ച് ജീവനോടെ ഛർദ്ദിച്ച് കളഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ എഴുതി വെച്ചേക്കുന്ന ബൈബിളിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അപ്പം ഭക്ത് സിംഗ് പറഞ്ഞു, ഇനിയിപ്പോ അതല്ല, മനുഷ്യൻ തിമിംഗലത്തെ വിഴുങ്ങി 3 ദിവസത്തിന് ശേഷം ഛർദ്ദിച്ചെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും വിശ്വസിക്കും എന്ന് പറയാനുള്ള ഒരു ആർജവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വെച്ചാൽ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതുണ്ട്. അത് നമുക്ക് ചിലപ്പം ഇന്ന് നമ്മളുടെ ഒരു ഒന്നാം ബുദ്ധി കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ബൈബിളിൽ എന്താ അങ്ങനെ എഴുതിയേക്കുന്നത്, ഇങ്ങനെ എഴുതിയേക്കുന്നത് നമുക്ക് തോന്നാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനങ്ങളുടെ കൃത്യത. ഇപ്പം ബൈബിള് മാത്രമേ ദൈവവചനമായിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബൈബിൾ എങ്ങനെ ദൈവവചനം എങ്ങനെ മനസ്സിലാക്കാം? അതിലൊരു നമുക്ക് നമുക്ക് ദൈവം തരുന്ന തന്നെ ഒരു നമ്മുടെ ആത്മാവിലുള്ള ഒരു ഉറപ്പുണ്ട്. എന്നാൽ ദൈവവചനത്തിന്റെ പ്രവചനങ്ങളുടെ കൃത്യത നോക്കിയാല് യേശു വരുന്നതിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിഖ പ്രവചനത്തിൽ എന്താ എഴുതിയിരുന്നത്? എവിടെ കർത്താവ് ആ മിഖ പ്രവചനം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നിങ്ങൾ ചെറുപ്പക്കാർക്ക് അറിയാം, ബുക്ക് ഓഫ് മൈക്ക അല്ലെങ്കിൽ മിക്ക എന്ന് നമ്മൾ പറയാം. മിഖയുടെ പ്രവചനത്തില് അതിന് 5-ാം അധ്യായത്തില് ഈ രക്ഷകൻ എവിടെ ജനിക്കും എന്നുള്ളൊരു കാര്യം അവിടെ പ്രവചിച്ചിട്ടുണ്ട്. നമ്മള് മിഖായുടെ പ്രവചന പുസ്തകം എടുത്തോ എല്ലാവരും അതിന് 5-ാം അധ്യായം എടുത്തു. മിഖ എടുക്കണമെങ്കിൽ കുറച്ച് പാടാല്ലേ? എടുത്തോ.
മൈനർ പ്രോഫിറ്റ്സ്, മീഖയുടെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില്, നീയോ ബത്ലഹീം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവുമായി തന്നെ. അപ്പം ബത്ലഹേമില് ആണ് ഈ മെസ്സിഹ, ഈ ഇസ്രയേൽ അധിപതി ആയിരിക്കേണ്ടവൻ ഉത്ഭവിച്ചു വരുന്നത് ബത്ലഹേമിലായിരിക്കും എന്നുള്ളൊരു കാര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് പ്രവചിക്കുക. BC 735 മുതൽ 710 വരെയുള്ള കാലയളവിലാണ് മീഖയുടെ പ്രവചനം. ചില കർത്താവ് വരുന്നത് BC 4 കർത്താവ് ജനിക്കുന്നത് ചരിത്രപ്രകാരം. അപ്പം കർത്താവ് ജനിക്കുന്നതിന് 7 നൂറ്റാണ്ടുകളോളം മുമ്പേ അവിടെ എഴുതി വെച്ചിരിക്കുക പ്രവചനം. പിന്നെ യെശയ്യാ 53 നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാല് ക്രൂശീകരണം ദൃക്സാക്ഷിയായിട്ട് കണ്ട ഒരാള് എഴുതി വെച്ചതുപോലെയാണ് അവിടെ കർത്താവ് എല്ലാ അടികളും നിന്ദകളും ഒക്കെ സഹിച്ച് ക്രൂശില് മരിച്ചതിന്റെ ആ ഒരു ചിത്രം അവിടെ യെശയ്യാവ് പ്രവചനാത്മാവിൽ കണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. യെശയ്യാവിന്റെ പുസ്തകം ഏത് കാലയളവിൽ? BC 715, BC 740 മുതൽ 680, അതും 700ഓളം വർഷങ്ങൾ മുമ്പ്, കർത്താവ് ജനിക്കുന്നതിനും 700ഓളം വർഷങ്ങൾ മുമ്പ് എഴുതപ്പെട്ടതാണ് യെശയ്യാവിന്റെ പ്രവചനം. അങ്ങനെയുള്ള ആ ഒരു മെസ്സിഹയെ കുറിച്ചുള്ള പ്രവചനം, ഇസ്രായേലിന്റെ ചിതറിക്കലിനെ കുറിച്ചും കൂടിച്ചേരലിനെ കുറിച്ചുള്ള പ്രവചനങ്ങള്, അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് നൂറുകണക്കിന് പ്രവചനങ്ങള് അത് കൃത്യമായിട്ട് യേശുവിലും ഇസ്രയേലിലും ഒക്കെ വളരെ ഒരു അക്ഷരവും വള്ളിയും പുള്ളിയും തെറ്റാതെ നിറവേറ്റപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം തന്നെ. അപ്പൊ ഞാൻ ആ ദൈവവചനം പറയുവാണ്. ഈ മനുഷ്യൻ ഇപ്പൊ തിമിംഗലത്തെ വിഴുങ്ങി നിനക്ക് ഈ വചനം പറഞ്ഞാലും അത് ഞാൻ വിശ്വസിക്കുന്ന ബക്സിങ് പറഞ്ഞായിരിക്കും ഞാൻ പറഞ്ഞത്. അപ്പൊ ആ കാണാത്ത കാര്യങ്ങളെ കുറിച്ചൊരു നിശ്ചയം നമ്മള് 2 Corinthians 4 ആ വാക്യം ഞാൻ പറഞ്ഞല്ലോ. 2 Corinthians 4 എന്താ നമ്മളവിടെ വായിക്കുന്നത്? അവിടെ തേജസ്സിന്റെ ഒരു നിത്യഘനം നമുക്ക് കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വലിയ വെയിറ്റ് നമുക്ക് കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 Corinthians 4 17-18 വാക്യങ്ങൾ ഞാനിപ്പം പറഞ്ഞേ. അവിടെ നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, നൊടിനേരത്തേക്കേ ഉള്ളൂ, ലഘുവാണ്, കഷ്ടമാണ്. അതിന്റെ 3 വാക്കുകളുടെ ഓപ്പോസിറ്റാണ് നമ്മൾ പിന്നെ കാണുന്നത്. അത്യന്ത അനവധിയായി തേജസ്സിന്റെ നിത്യഘനം. കഷ്ടത്തിന് പകരമായിട്ട് എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? തേജസ് കിട്ടാം. നൊടിനേരത്തേക്കുള്ളതാണെങ്കിൽ നിത്യമായിട്ടുള്ള ഘനമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ലഘുവായിട്ടുള്ള കഷ്ടമാണെങ്കിൽ ഘനം, വെയിറ്റ്. 3 ഓപ്പോസിറ്റ്സ്: മൊമെന്ററി വേഴ്സസ് ഇറ്റേണൽ. ലഘുവായ ലൈറ്റ് വേഴ്സസ് വെയിറ്റ്. കഷ്ടം, അഫ്ലിക്ഷൻ വേഴ്സസ് ഗ്ലോറി. അത് നമുക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എപ്പോഴാ? വൈൽ വി ലുക്ക് അറ്റ്. ആ ഒരു വൈൽ ഗ്രീക്കിലായാലും ഇംഗ്ലീഷിലായാലും വൈൽ എന്ന് പറഞ്ഞൊരു കൺജങ്ഷൻ കൂടെ അവിടെ 18-ാമത്തെ വാക്യം തുടക്കത്തിലുണ്ട്. മലയാളത്തിലെ ആ ഭാഷാ വ്യാകരണത്തിൽ അത് ചേർക്കാൻ പ്രയാസമുള്ളതുകൊണ്ടായിരിക്കും. എപ്പോഴാ ഇത് നമുക്ക് വലിയ തേജസ്സിന്റെ നിത്യഘനം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, വൈൽ വി ലുക്ക് അറ്റ് തിങ്സ് വിച്ച് ആർ നോട്ട് സീൻ. കാണുന്നതിനെയല്ല, കാണാത്തതിനെ. 18-ാമത്തെ വാക്യം നിങ്ങളെല്ലാവരും കണ്ടോ? 2 Corinthians 4 18-ാമത്തെ വാക്യത്തിൽ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഇപ്പം നമ്മളുടെ എൻട്രൻസ് എക്സാമും എൻട്രൻസിന്റെ റിസൾട്ടും അല്ലെങ്കിൽ നമ്മളുടെ പരീക്ഷയും പഠിത്തവും ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ കർത്താവിനായിട്ടെല്ലാം കഠിനാധ്വാനം ചെയ്യുന്നു, പഠിക്കുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, നമ്മുടെ പല ഉത്തരവാദിത്തങ്ങൾ, കുഞ്ഞുങ്ങളെ കുറിച്ചും ഭാവിയെ കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നു. എന്നാൽ നമ്മൾ എന്താ നോക്കിക്കൊണ്ടിരിക്കണ്ടേ? നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന ഓരോ ദിവസവും. എന്നാൽ കാണാത്തതിനെ ഞാൻ ആന്തരികമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ എനിക്കൊരു അകക്കണ്ണ ദൈവം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിനെ ജീവിപ്പിച്ചപ്പോൾ എനിക്കൊരു പുതു മനുഷ്യൻ എന്നിൽ ഉരുവായി. ആ പുതു മനുഷ്യനൊരു കാഴ്ചയുണ്ട്. ആ പുതു മനുഷ്യന്റെ ആന്തരികമായ നയനങ്ങൾ കൊണ്ട് ഞാൻ എങ്ങോട്ടാ കണ്ണുകൾ ഉറപ്പിക്കേണ്ടത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിന് യേശുവിലേക്ക് ഉറപ്പിക്കണം. ആ യേശുവിന്റെ മൂല്യങ്ങളിലേക്ക്, യേശുവിന്റെ സ്വഭാവത്തിലേക്ക്. ആ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്ന കാര്യങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇപ്പം താൽക്കാലികമായിട്ടുള്ള ഇങ്ങനെ കാണുന്ന കാര്യങ്ങളാണ് യൗവനക്കാരെ പ്രലോഭിപ്പിക്കുന്നത്. അവർക്ക് കാണുമ്പോൾ കണ്ണിന് ഇമ്പകരമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണാനും അങ്ങനെയൊക്കെയുള്ള പല കണ്ണിന് ചെവിക്ക് ഇമ്പകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും, അവരുടെ റോക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ അവരുടെ പല പലതരത്തിലുള്ള ചാട്ടോടുള്ള മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ സെൻസസിനെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങളാണ്
യൗവനക്കാരെ മാത്രമല്ല, വയസ്സെല്ലുന്നവർക്കും എല്ലാം പ്രലോഭനമായിട്ടുള്ളത്. എന്നാൽ കാണാത്തതായിട്ടുള്ള ആ കർത്താവിനെയാണ് ഞാൻ നോക്കി പാർക്കുന്നത്. ശരിയാണ്, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നു, ഞാൻ മനുഷ്യരോട് ഇടപെടുന്നു, സംസാരിക്കുന്നു. എന്നാൽ കാണാത്ത വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയമാണ്, ആശിക്കുന്നതിന്റെ ഒരു ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പം നമ്മുടെ ബ്രദർ രണ്ടാമതായിട്ട് ഒന്ന് യോഹന്നാനിലെ ആ വാക്യം എടുത്തു. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തില് കർത്താവ് വരുമ്പോ നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരും എന്ന് പറയുന്നൊരു വാക്യം. എന്താ, നമ്മളുടെ പ്രത്യാശ, ആശിക്കുന്നതിന്റെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആശ, നമ്മുടെ പ്രത്യാശ, ഒരു വിശ്വാസിയുടെ പ്രത്യാശ കർത്താവ് വരും എന്നുള്ളൊരു പ്രത്യാശയാണ്. എന്നാൽ കർത്താവിനെ പോലെ ആയിത്തീരും എന്ന് പറഞ്ഞൊരു ഡബിൾ ഫോൾഡ് ഹോപ്പാണ് നമ്മൾ സാങ്ക്ലിയർ എപ്പോഴും കേട്ടിട്ടുണ്ട്. കർത്താവ് വരും. നിങ്ങളുടെ പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ പല ക്രിസ്ത്യാനികളും പറയും, യേശു കർത്താവ് രണ്ടാമത് വരും എന്നുള്ളത് എന്റെ പ്രത്യാശ. ശരിയാണ്, അത് ഒരു ഭാഗം. യേശു വരുമ്പോൾ ഞാൻ കർത്താവിനെ പോലെ ആയിത്തീരും എന്നുള്ളതാ ആ പ്രത്യാശയുടെ രണ്ടാം ഭാഗം. അതാ നമ്മൾ ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം, അതാ ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു, ലോകം അതിനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ലോകത്തിന് കർത്താവിനെ അറിയത്തില്ല, അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ, നമ്മൾ ഇങ്ങനെ വരുവാനിരിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ വിശ്വാസം, പ്രത്യാശ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇത്ര സത്യസന്ധരാവേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ന്യായമായിട്ട് ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര അതുപോലെ GST അടയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുറച്ചൊക്കെ അങ്ങ് മുടിയും മറച്ചൊക്കെ അങ്ങ് വെച്ചാൽ പോരെ. ഒരു സത്യസന്ധം വന്നേക്കുന്നു. അപ്പൊ ലോകക്കാർക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ കാണാത്ത കാര്യം, ഇതൊക്കെ കാണുന്ന കാര്യങ്ങൾ, പക്ഷെ കാണാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ, അതാ അവിടെ നമ്മളുടെ പ്രത്യാശയുള്ളത്. കാണാത്തവനായ കർത്താവ് ഇനി വരും. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ തന്നെ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പുനരുദ്ധാന ശരീരം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ അങ്ങ് പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ആയിരിക്കുന്നത് പോലെ കാണുന്നതായതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. വിൽ ബി ലൈക്ക് ഹിം. ഇന്ന് നാം കർത്താവിനെ പോലെ ആകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പാടുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെ നമ്മുടെ പാപരഹിതമായ പൂർണ്ണത, സിൻലെസ് പെർഫെക്ഷൻ എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? അപ്പൊ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് കർത്താവിനെ സമ്പൂർണ്ണമായിട്ടും ആയിത്തീരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവില്ല. അപ്പൊ എല്ലാവരും കർത്താവിനെ പോലെ ഒരേപോലാണോ ആയിത്തീരുന്നത്? എല്ലാവരും കർത്താവിനെ പോലെ ആയിത്തീരും. എല്ലാവർക്കും തേജസ്സിൽ വെളിപ്പെടും. ഇപ്പം നമ്മളിപ്പോ അതിന്റെ 3-ാമത്തെ വാക്യത്തിന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ പ്രത്യാശ, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ എന്തായാലും കർത്താവ് വരുമ്പോൾ ആയിത്തീരുമല്ലോ. അപ്പൊ എല്ലാവരും ഒരേപോലെ ആയിത്തീരും. അപ്പം പിന്നെ ഇപ്പൊ ഇത്ര കിടന്ന് നിർമ്മലീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോഴേ അങ്ങ് ചത്ത് ജീവിക്കേണ്ട കാര്യം എന്താണ്? അത് ബന്ധുക്കളോട് സൗരങ്ങളോട് ചോദിച്ചുള്ള പറഞ്ഞിട്ടുള്ള പോലെ അന്ന് എന്തായാലും ചാവുമല്ലോ, ഇനിയിപ്പോ ഇപ്പോഴേ അങ്ങ് ചത്ത് ജീവിക്കണം ഇപ്പോഴേ ഈ നിർമ്മലീകരിക്കണം. അപ്പൊ അതിന്റെ കാരണം നമ്മൾ വേറൊരു വാക്യത്തിലും നമ്മൾ തേജസ്സിൽ വെളിപ്പെടും എന്ന് പറയുന്ന വാക്യം എവിടെ? കൊളോസ്യറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കൊളോസ്യർ 3-ാം അധ്യായത്തില് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നാം കർത്താവിനെ പോലെ ആയിത്തീരും, തേജസ്സിൽ വെളിപ്പെടും. അതാ നമ്മള് 4-ാമത്തെ വാക്യം, കൊളോസ്യർ 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടി തേജസ്സിൽ വെളിപ്പെടും. എല്ലാവരും തേജസ് വെളിപ്പെടാൻ പോവാ. ഞാനും തേജസ് വെളിപ്പെടും, ഒരു ദിവസം തേജസ് വെളിപ്പെടും. പിന്നെ ഇപ്പൊ ഇത്ര വലിയ കാര്യം എന്തുവാ? നമ്മളെല്ലാം ഈക്വൽ സ്റ്റാറ്റസ് അല്ലേ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറയട്ടെ. അതിനുവേണ്ടിയാ 1 Corinthians 15 ഈ എല്ലാവർക്കും ഒരേ തേജസ് ആയിരിക്കത്തില്ല, അതിലെ കുഴപ്പം. അന്ന് അന്ന് എല്ലാവർക്കും ഒരേ തേജസ് ആയിരിക്കത്തില്ല. അതാ 1 Corinthians 15-ാം അധ്യായത്തിന്റെ അതിന്റെ 42-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മളിങ്ങനെ വായിക്കുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനവും എവണ്ണം തന്നെ. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം 41-ാമത്തെ വാക്യം, 1 Corinthians എടുത്തോ, 1 Corinthians 15-ാം അധ്യായത്തിന് 41-ാമത്തെ വാക്യം. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവത്വം എന്ന് പറഞ്ഞാൽ എന്താ? പെറിഷബിൾ, ദ്രവിച്ചു പോകുന്ന കാര്യങ്ങളല്ല. ദ്രവിച്ചു പോകാത്തതായിട്ടുള്ള ശരീരത്തില് നമ്മളായിരിക്കുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ തേജസ് പല വിധത്തിലുള്ള തേജസ്സാണ്. എല്ലാ സൂര്യനെക്കാട്ടിൽ തന്നെ ആയിരക്കണക്കിന് മടങ്ങ് തേജസ്സുള്ള, പ്രകാശമുള്ള നക്ഷത്രങ്ങളുള്ളതായിട്ടൊക്കെ ഭൗമ ഗവേഷകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
ആ ചന്ദ്രന്റെ തേജസ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ തേജസ് എന്ന് റിഫ്ലക്ട് ചെയ്യുന്നതേ ഉള്ളൂ ചന്ദ്രന്റെ തേജസ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലോറിയ ഒറിജിനൽ ആയിട്ടുള്ള കാര്യമല്ല ചന്ദ്രനുള്ള എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതൊക്കെ വളരെ വ്യത്യസ്തമുള്ളതുപോലെ തന്നെയാണ് പുനരുത്ഥാന ശരീരത്തിലും നമുക്ക് എല്ലാവർക്കും നമ്മൾ തേജസ്സിൽ വെളിപ്പെടും. പക്ഷെ എപ്രകാരം ഏത് പ്രൊപ്പോർഷനിലുള്ള തേജസ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തോട് നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു തേജസ് ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മളുടെ വിശുദ്ധിയുടെ അളവിനൊത്തവണ്ണമല്ല ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ വെളിച്ചമുള്ളവര് അവർ കൂടുതലായിട്ട് അവര് വിശുദ്ധരായിരിക്കും. എന്നാൽ നമുക്ക് ഉള്ള വെളിച്ചത്തില് കൂടുതൽ കിട്ടിയതിനോട് കൂടുതൽ ചോദിക്കും. അപ്പം സി എഫ് സിക്കാരോടായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. കൂടുതൽ പഠിപ്പിച്ച ടീച്ചർ കൂടുതൽ കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? അപ്പം ലൂക്കോസ് 12:48 പറയുന്നത്, ലൂക്കോസ് 12:48 ടു ഹിം മോർ ഇസ് ഗിവൻ മോർ വിൽ ബി ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം അർപ്പിതയുടെ കയ്യിൽ 100 രൂപ കൊടുത്ത് വിട്ടിട്ട് സാധനം വാങ്ങിക്കാൻ പറയുന്നു. താത്തയുടെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കാൻ പറയുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് ഞാൻ കൂടുതൽ വിലയുള്ള സാധനം എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്? അർപ്പിതയുടെ കയ്യിൽ 100 രൂപ കൊടുത്ത് വിട്ട് 100 രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചിട്ട്, ആ പാത്തിന് 10 രൂപയ്ക്കല്ലേ വാങ്ങിച്ചോളൂ, അതുകൊണ്ട് ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ 100 രൂപയ്ക്ക് തന്നു വിട്ടേ, 100 രൂപയ്ക്കല്ലേ അതിന് വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കും. പറഞ്ഞാൽ ദൈവം നമുക്ക് കൂടുതലായിട്ട് വെളിച്ചം തരുന്നത് നമ്മളെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പം കൂടുതൽ കിട്ടുന്നതിനോട് ദൈവം കൂടുതൽ ചോദിക്കും. അപ്പൊ നമുക്ക് ഉള്ള ദൈവം വന്ന വെളിച്ചത്തിനനുസരിച്ച് നമ്മൾ എന്തോരും എത്രമാത്രം നമുക്ക് തന്ന വെളിച്ചത്തിനോട് നമ്മൾ വിശ്വസ്തരാകുന്നു, അതിനനുസരിച്ച് ദൈവം നമുക്ക് കൂടുതൽ കൂടുതൽ വെളിച്ചം തരും. നമുക്ക് ആ ഉള്ള വെളിച്ചത്തിനോട് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസ്തരാകുക. അവിടെ ഒരു കാപട്യവും ഒരു ന്യായീകരണമൊന്നും ഇല്ലാതെ, കർത്താവേ എന്റെ ജീവിതത്തിൽ ഈ കുറവുകളൊക്കെ ഉണ്ട്, ശരിയാ, നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ബാക്കി അനേകരുടെ ജീവിതത്തിൽ അതിനെക്കാട്ട് കുറവുകൾ കാണും. പക്ഷേ കർത്താവ് എനിക്ക് അവിടുന്ന് കൂടുതൽ വെളിച്ചം തന്നു എന്ന് എന്നോട് കൂടുതൽ ചോദിക്കാം. അവരോട് കർത്താവ് അങ്ങനെ ചോദിക്കത്തില്ല, അവരങ്ങനല്ലേ ഇവരിങ്ങനല്ലേ. ഒരുപക്ഷെ നമ്മുടെ സഭയിലിരിക്കുന്ന സൗരങ്ങൾ തന്നെ അവരങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ, അവരങ്ങനെ ആ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, അവർ ആ സിനിമ കാണുന്നുണ്ടല്ലോ. ഈ സഭ മാത്രമല്ല, നമ്മുടെ ബാക്കി ഒരുപാട് സഭകളിലൊക്കെ ഉള്ള പല ചിലരെയൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടും. അങ്ങനെ നമ്മൾ അവരോട് ദൈവം ഒരുപക്ഷെ അത്രയും ചോദിക്കത്തുള്ളായിരിക്കും. പിന്നെ ഒരുപക്ഷെ അവർക്ക് വെളിച്ചം കിട്ടിയിട്ട് അവർ അവിശ്വസ്തരായിരിക്കും, നമുക്കറിയത്തില്ല. നമ്മളാരും കുടിച്ചു തള്ളാനും നമ്മളാരുമല്ല. എന്നാൽ നമുക്ക് ദൈവം വചനത്തിൽ നിന്ന് ഇപ്രകാരം ഒരു വെളിച്ചം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളോട് ദൈവം കൂടുതലായിട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വെളിച്ചത്തിന്, കർത്താവെ എനിക്ക് പരിപൂർണമായിട്ട് വിശ്വസ്തരാവണം, കർത്താവ് എനിക്ക് ഒരു പാപം പോലും ചെയ്യാൻ ആഗ്രഹമില്ല, കർത്താവ് ഞാൻ ഒരു പാപം ചെയ്യത്തില്ലെന്ന് നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല. പക്ഷെ റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ റിപ്പന്റൻസ് ഇസ് നോട്ട് വാണ്ടിങ് ടു സിൻ അഗെയിൻ, നോട്ട് ഐ വിൽ സിൻ അഗെയിൻ, ഐ വിൽ നോട്ട് സിൻ അഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരമാണ്, നമ്മുടെ അറിവില്ലായ്മയാണ്. നമുക്ക് ആർക്കും അത് പറയാനൊക്കെ, നമ്മളെല്ലാവരും ജഡത്തിലുള്ളവരെ. എന്നാൽ ഐ ഡു നോട്ട് വാണ്ട് ടു സിൻ അഗെയിൻ, എനിക്ക് ഈ പാപത്തെ ഞാൻ വെറുക്കുന്നു. അതാ റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ആ ഒരു കർത്താവെ ഞാൻ പൂർണ്ണമായിട്ടും അങ്ങേക്കായിട്ട് കീഴ്പ്പെടാൻ ആഗ്രഹിക്കുന്ന കർത്താവെ, ഞാൻ എന്നെ അങ്ങ് സമർപ്പിക്കുന്നു, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ എന്ന് പറഞ്ഞൊരു കൊച്ചു ഇതിനെ പോലെ തന്നെ ഐ സറണ്ടർ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് കരങ്ങളെ ഉയർത്തി കർത്താവിനെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവ് നമ്മളെ അങ്ങ് സ്വീകരിക്കും. അപ്പൊ കർത്താവ് നമുക്ക് കർത്താവ് തന്നെ നമുക്ക് അധികമായിട്ടുള്ളൊരു പ്രത്യാശയും അധികമായിട്ടുള്ളൊരു വിശ്വാസവും ഉറപ്പും, കാണാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ നിത്യതയുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് റിയൽ ആയിട്ടായി മാറും. നിത്യതയുടെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ, കർത്താവിന്റെ സാന്നിധ്യം. നമ്മളിപ്പം നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കുന്നു, നമ്മള് ജോലി സ്ഥലത്തായിരിക്കുന്നു, നമ്മളെ യാത്രയിലായിരിക്കുന്നു, അവിടെയൊക്കെ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് കുറച്ചുകൂടെ കാണാത്തതായിട്ടുള്ള കർത്താവിന്റെ സാന്നിധ്യം കാണുന്ന പലരെക്കാട്ടിൽ നമുക്ക് കുറച്ചുകൂടെ യാഥാർത്ഥ്യമുള്ളതായിട്ട് മാറും. നമ്മള് ഇരുന്ന് പഠിക്കുവാണ്, എൻട്രൻസിന് ഇരുന്ന് പഠിക്കുന്നു, അപ്പൊ അവിടെ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് കുറച്ചുകൂടെ കർത്താവ് നമ്മളെ സഹായിക്കുന്നതായിട്ട്, കർത്താവ് എനിക്ക് ഓർപ്പിച്ചു തരുന്നു, കർത്താവ് എനിക്ക് ഇന്ന പോർഷൻസ് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് കുറച്ചുകൂടെ റിയൽ ആയിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്നു, മറ്റുള്ളവരുടെ കണ്ണൊക്കെ പരിശോധിക്കുന്നു, അപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് കുറച്ചുകൂടെ റിയൽ ആയിരിക്കും. അപ്പൊ ഹോപ്പ് ഓഫ് ഗ്ലോറി നമുക്ക് ഈ ഒരു റോമർ 5 ആ വാക്യം കൂടെ വായിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഇനിയിപ്പം 12:30 നമുക്ക് ബാപ്റ്റിസം ക്ലാസ് ഉള്ളതാണല്ലോ. ആ വാക്യം കൂടെ വായിച്ച് ഞാൻ ക്ലോസ് ചെയ്യാം. റോമർ 5:5 രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. റോമർ 5:2 വാക്യത്തിൽ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു, നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മുടെ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് ദൈവതേജസ്സിന്റെ പ്രത്യാശ, ഹോപ്പ് ഓഫ് ഗ്ലോറി. ഞാൻ ദൈവത്തിന് അതേ തേജസ്സിലേക്ക് ഞാൻ ആയിത്തീരും, അധികമായിട്ട്.
ഇന്നത്തെക്കാട്ടിലും അധികമായിട്ട് ഞാൻ യേശുവിനെ പോലെ ആയിത്തീരും. നാളെ അതിനേക്കാളും ഞാൻ യേശുവിനെ പോലെ അധികമായിട്ട് ആയിത്തീരും. അധികമായിട്ട് അങ്ങനെ ആയിത്തീർന്ന് ഞാൻ കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ എന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ ആ പൂർണ്ണമായിട്ടുള്ള ഒരു തേജസ് കർത്താവ് എനിക്ക് തരാൻ ആഗ്രഹിച്ച ആ തേജസ്സിന്റെ പൂർണ്ണത ഒരു മനുഷ്യന് എത്ര ദൈവ തേജസ് അന്ന് കൊടുക്കാനും വെളിപ്പെടാനും ഒക്കെ അത്രയും അതിലേക്ക് ഞാൻ വരും. ഞാൻ 100% ആയിട്ട് കർത്താവിനായിട്ട് കർത്താവെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവ തേജസ്സിന്റെ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ ആ ദൈവ തേജസ്സിനെ കുറിച്ച് നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ തേജസ്, കർത്താവിന്റെ സ്വഭാവം അതിനിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ വരവെങ്കില് ഞാൻ പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെ ആയിത്തീരും. ഈ കാണാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്കൊരു ഉറപ്പുണ്ട്. എനിക്ക് ഈ ആശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു നിശ്ചയമുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. കാണുന്ന കാര്യങ്ങളെ നോക്കി ഉള്ള ഒരു പത്രപ്പാടല്ല എൻ്റെ ജീവിതം. കാണുന്ന കാര്യങ്ങൾ ശരിയാണ്, ലോകത്തിലെ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഹാർഡ് വർക്കുണ്ട്, കഠിനാധ്വാനമുണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു. നമ്മള് ജോലിയിലും പഠിത്തത്തിലും ഒക്കെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിലും ഒക്കെ നമ്മൾ ഏറ്റവും വിശ്വസ്തരായിരിക്കണം. എന്നാൽ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, കർത്താവിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. കർത്താവിന് വേണ്ടി ഞാൻ പഠിക്കുന്നു, കർത്താവിന് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു, കർത്താവിന് വേണ്ടി ഞാൻ സമ്പാദിക്കുന്നു, കർത്താവിന് വേണ്ടി ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, കർത്താവിന് വേണ്ടി ഞാൻ നമ്മൾ ബിസിനസ് ചെയ്യുന്നതോ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് ഇടപെടുന്നതോ എല്ലാം കർത്താവിന് വേണ്ടി അവരെ ഇനിയും അനേകരെ ഇതിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ സാക്ഷിയായിട്ട് ഇവിടെ ദൈവം ഇവിടെ ആശ്വസിക്കുക. അങ്ങനെ ഒരു നിത്യതയുടെ വെളിച്ചത്തില് നമ്മൾ ഈ ലോകത്തെ കാൽവെച്ച് നടക്കുന്നു എന്ന നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവും ദേഹി എന്ന സ്വർഗത്തിൽ ഉറപ്പിച്ചിട്ടുള്ളവരായിട്ട് മനസ്സ് ഉയരത്തിലുള്ളതിനെ ഉറപ്പിക്കുമെന്ന് ക്ലോസർ 3:2 നമ്മൾ വായിക്കുന്നത് പോലെ ഉയരത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉയരത്തിൽ ഉറപ്പിച്ച് ആ കാര്യങ്ങളെ നിത്യതയുടെ വെളിച്ചത്തിൽ നിത്യതയുടെ വീക്ഷണവും കൂടെ കാണുവാനൊക്കെ കർത്താവ് നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. പ്രത്യാശയേറിടുന്ന എന്റെ പ്രിയനുമായിട്ടുള്ള വാസത്തെ ഓർക്കുമ്പോൾ പ്രത്യാശയേറിടുന്ന എന്നുള്ള ആ ഒരു പാട്ട് നമുക്ക് പ്രത്യാശയോടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ, അത് ഞങ്ങളുടെ പ്രത്യാശ ഏറി വരുന്നു. അങ്ങനെയായിട്ടുള്ളൊരു വാസത്തെ ഓർക്കുമ്പോൾ കർത്താവേ, കാണുന്ന കാര്യങ്ങളെല്ലാം അഗ്നിക്കിരയായി പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവിടുത്തെ കാന്തയായിട്ട് കർത്താവേ ഈ വായുവങ്ങളോളം ഇങ്ങോട്ടുകൂടി വാഴുവാനുള്ള ഒരു വലിയ പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നത് സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി നന്ദി. അവിടെ ഞങ്ങൾ ചേർക്കാനായിട്ട് വരും, ഞങ്ങളെ പോലെ ആയിത്തീരും. അതേ കർത്താവേ, ഞങ്ങളുടെ തേജസ്സിൽ വെളിപ്പെടും. അത് 100% തേജസ്സിൽ വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. 30 മീനി 60 മീനിന്റെ അല്ല, മറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നിട്ടുള്ള വെളിച്ചത്തിനനുസരിച്ച് കർത്താവേ 100% കർത്താവേ വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം ആ ഒരു മാനസാന്തരത്തോടെ വിശ്വാസത്തോടെ ആയിരിക്കാൻ അനുസരണത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളൊരു ഒത്തിരി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മാനസാന്തരത്തെക്കുറിച്ചല്ലേ വിശ്വാസത്തെക്കുറിച്ചെല്ലാം തുടർന്ന് കേട്ടല്ലോ. അവരെ സഹായിച്ചാട്ടെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഴത്തിലുള്ളൊരു മാനസാന്തരം, ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റായ പാപം എന്നറിയുന്നത് എല്ലാം കർത്താവേ വിട്ടുതിരിയുന്നതുമായ ഭാവം കർത്താവേ എനിക്ക് പാപം ചെയ്യണ്ട എന്നെ സഹായിക്കണം. കർത്താവേ, ആ ഒരു നിലവിളി നല്ലതാണ് ഹൃദയത്തിൽ ഉയരട്ടെ. ആഴത്തിലുള്ളൊരു മാനസാന്തരം ആഴത്തിൽ കുഴിച്ച് കർത്താവേ വീട് പണിയുവാൻ അവിടുന്ന് പറഞ്ഞില്ല. അവരിളകാത്ത അടിസ്ഥാനം ഞങ്ങൾക്ക് വേണം. ആഴത്തിലുള്ളൊരു മാനസാന്തരം കർത്താവേ, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനോ കർത്താവേ, എന്തെങ്കിലും ക്ഷമ ചോദിക്കാനോ ക്ഷമിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനോ ഒക്കെ ഉള്ള കാര്യങ്ങൾ കർത്താവേ കർത്താവെ ഓർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മനസ്സാക്ഷിയോടായിരിക്കും ഞങ്ങൾ ദൈവം സഹായിക്കട്ടെ. അതുപോലെ പൂർണ്ണ വിശ്വാസം പ്രത്യാശ ഞങ്ങൾക്ക് തന്നാട്ടെ. കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി. പ്രാർത്ഥനയുടെ സ്ഥിതിക്കുന്ന എല്ലാം യേശുവിന്റെ വിലയേറെ മാത്രമുള്ള നാട്ടിൽ.